ഈ ഫ്ലഡ്സ് ഉണ്ടായാൽ വെള്ളത്തിന് ഒഴുകിപ്പോകാനായിട്ട് വേറെ എന്തെല്ലാം മാർഗങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതാണ് റൂം ഫോർ ദ റിവർ. റൂം ഫോർ ദ റിവർ എന്ന പദ്ധതിയിൽ റിവർ ഇൻ ദ റൂമായി മാറി എന്ന് എല്ലാം പരിഹസിച്ചിട്ട് ഒരുപാട് മീംസും വീഡിയോസും ഒക്കെ വന്നത് ഞാനും കണ്ടിട്ടുണ്ട്. എന്താണ് ഡച്ചിൽ നിന്നും പഠിക്കുക എന്നുള്ളത്? ഫ്ലഡ്സ് ഇല്ലാതാക്കലല്ല, ഫ്ലഡ്സ് ഉണ്ടായാൽ അതിൻ്റെ ആ ഡാമേജ് എങ്ങനെ മിനിമൈസ് ചെയ്യാൻ സാധിക്കും. ഒരു വശത്ത് വിമർശനം ഉണ്ടാകുന്നത് നല്ലതാണ്. പലപ്പോഴും നമ്മുടെ വിവാദങ്ങൾ വേണ്ടത്ര പഠനമില്ലാതെ, വേണ്ടത്ര ആലോചനയില്ലാതെ ഉള്ള വിമർശനം മാത്രമായി മാറുന്നു. ഒരു കോമ്പിനേഷൻ ഓഫ് ഫാക്ടേഴ്സാണ് എല്ലായ്പ്പോഴും മൈഗ്രേഷന് കാരണം. ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ ഇല്ലീഗൽ മൈഗ്രേഷൻ ഉണ്ടാകുന്നത് പഞ്ചാബിൽ നിന്നാണ്. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളത് ഒരു സത്യമാണ്. അതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് വെല്ലുവിളികളുണ്ട്. നമുക്ക് മെഡിസിന് വേണ്ടത്ര സീറ്റ്സ് ഇല്ല. അതുകൊണ്ടാണ് വിദേശ രാജ്യങ്ങളിൽ മെഡിസിൻ പഠിക്കാനായിട്ട് ആൾക്കാർ ഇത്രയും വെപ്രാളപ്പെട്ട് പോകുന്നത്. പലപ്പോഴും വിദേശ രാജ്യത്ത് പോയി ഒരു ഡിഗ്രി കിട്ടുന്നത് നമ്മുടെ രാജ്യത്ത് ക്യാപിറ്റേഷൻ ഫീ കൊടുത്ത് പഠിക്കുന്നതിനേക്കാൾ ചീപ്പാണ്. ഈ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഗുണനിലവാരം പ്രതീക്ഷിച്ചാണ് മിക്കവരും ഈ വിദേശ വിദ്യാഭ്യാസം പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ അതിനായിട്ട് പോകുന്നത്. വലിയ തോതിലുള്ളൊരു മൈഗ്രേഷൻ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുന്നുമുണ്ട്. പക്ഷേ നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസം മോശമായത് കൊണ്ടാണോ അങ്ങനെ ഒരു പോക്ക് എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? ഒരു കോമ്പിനേഷൻ ഓഫ് ഫാക്ടേഴ്സാണ് എല്ലായ്പ്പോഴും മൈഗ്രേഷന് കാരണം. അത് ഒരു ഇഷ്യൂവിൽ നമുക്ക് ചുരുക്കാൻ പറ്റില്ല. ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ ഇല്ലീഗൽ മൈഗ്രേഷൻ ഉണ്ടാകുന്നത് പഞ്ചാബിൽ നിന്നാണ്. എന്നാൽ നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകമും GDP എല്ലാം എടുത്തു നോക്കിയാൽ ഏറ്റവും ധനികമായ ഒരു സംസ്ഥാനമാണ് പഞ്ചാബ്. ഗൾഫ് തന്നെ എടുത്തു നോക്കിയാൽ ഏറ്റവും കൂടുതൽ മലയാളികൾ പുറത്തേക്ക് പോകുന്നത് ഈ സോഷ്യൽ നെറ്റ്വർക്കിംഗ് കാരണമാണ്. അതായത് ഒരു ഗ്രാമത്തിൽ നിന്നും ഒരാൾ പോകുന്നു, അയാൾ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു, അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഒരു ഒരു കണക്ഷൻ, ഒരു നെറ്റ്വർക്ക്. നമുക്ക് അവിടെ പോയാൽ നമുക്കൊരാളുണ്ട്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ജോലി അന്വേഷിക്കാൻ ഒരാളുണ്ട്. അയാൾ പോയി അയാളുടെ അനുഭവം കണ്ട് കഥകൾ കേട്ട് നമ്മളും പ്രചോദിതരായി പോകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ മറ്റൊരു ചെറിയ ഉദാഹരണം, ഞാൻ തന്നെ എറണാകുളം മഹാരാജാസ് കോളേജിൽ BA പൊളിറ്റിക്കൽ സയൻസ് പഠിച്ച ശേഷം ഡൽഹി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ MA ഇൻ്റർനാഷണൽ സ്റ്റഡീസ് പഠിക്കാനായി പോകണം എന്ന തീരുമാനമെടുത്തത് എന്നെക്കാൾ സീനിയറായിട്ട് മഹാരാജാസ് കോളേജിൽ പഠിച്ച എൻ്റെ സുഹൃത്തുക്കൾ JNUവിൽ ചെന്ന് അഡ്മിഷൻ കിട്ടി, JNUയുടെ കഥകളൊക്കെ പറയുകയും അവരെക്കുറിച്ച് അവർ പറയുന്നത് കേട്ട് എനിക്കും ഡൽഹിയിൽ പോയാൽ കൊള്ളാം, എനിക്കും ഇൻ്റർനാഷണൽ സ്റ്റഡീസ് പഠിച്ചാൽ കൊള്ളാം എന്നൊരു വികാരത്തോടു കൂടി ഡൽഹിയിൽ കുടിയേറിയ ഒരു പ്രവാസിയാണ് ഞാനും. അപ്പോൾ ഒരു വിഷയമല്ല, കേരളത്തിൻ്റെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളത് ഒരു സത്യമാണ്. അതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് വെല്ലുവിളികളുണ്ട്. എല്ലാ വിധത്തിലും അതിനെ പരിഹരിക്കാൻ വേണ്ടി എല്ലാ ശ്രമങ്ങളും നടത്തേണ്ടതുണ്ട്. പിന്നെ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം മാത്രമല്ല, ലോകമെമ്പാടുമുള്ള വിദ്യാഭ്യാസ രംഗം പല വെല്ലുവിളികളും ഇന്ന് നേരിടുന്നു. ഒന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ യുഗത്തിൽ എങ്ങനെയാണ് ഒരു വിദ്യാർത്ഥിയെ ടെസ്റ്റ് ചെയ്യുന്നത്? അവർക്ക് ChatGPT അവരുടെ എല്ലാ പരീക്ഷയുടെ ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾ നൽകുന്നു. അപ്പോൾ അവരെ എങ്ങനെ അസസ് ചെയ്യും എന്നുള്ളത് ലോകത്തെമ്പാടുമുള്ള വിദ്യാഭ്യാസ വിദഗ്ധർ അന്വേഷിക്കുന്ന ഒരു വിഷയമാണ്. അതുപോലെ തന്നെ ഫ്യൂച്ചർ ഓഫ് ജോബ്സ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും ഓട്ടോമേഷൻ്റെയും കാലഘട്ടത്തിൽ നാളത്തെ ജോലി എന്താണ്? ഇന്ന് നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഇത്രയും വേഗതയോടുകൂടി ടെക്നോളജി മാറുന്ന ഈ ഘട്ടത്തിൽ നാളെ റെലവൻ്റ് ആയിരിക്കുമോ? അവരെ നമ്മൾ പഠിപ്പിക്കേണ്ടത് ടു ലേൺ ആൻഡ് ടു റീലേൺ, ടു സ്കിൽ ആൻഡ് ടു റീസ്കിൽ. ജീവിതകാലം മുഴുവൻ പഠിക്കുകയും റീഇൻവെൻറ്റ് ചെയ്യുകയും ചെയ്യുന്ന വ്യക്തികളായിട്ട് നമുക്ക് അവരെ സൃഷ്ടിക്കാനേ സാധിക്കുകയുള്ളൂ. അതാണ് നമുക്കുള്ളൊരു വിജയം. അപ്പോൾ എഡ്യൂക്കേഷൻ സെക്ടർ പല ചാലഞ്ചസ് നേരിടുന്നുണ്ട്. ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ പറയാനുള്ളത്, ഇന്ത്യയിൽ തന്നെ നമ്മുടെ ചില നയങ്ങൾ. ഒരു ഉദാഹരണത്തിന്, നമുക്ക് മെഡിസിന് വേണ്ടത്ര സീറ്റ്സ് ഇല്ല. അതുകൊണ്ടാണ് വിദേശ രാജ്യങ്ങളിൽ മെഡിസിൻ പഠിക്കാനായിട്ട് ആൾക്കാർ ഇത്രയും വെപ്രാളപ്പെട്ട് പോകുന്നത്. അങ്ങനെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അറിയാത്ത രാജ്യങ്ങളിൽ പോലും അവർ ചെന്നുപെടുന്നത്. യുക്രൈനിൽ തന്നെ യുദ്ധം തുടങ്ങിയ ശേഷമാണ് ഇത്രയധികം മലയാളി വിദ്യാർത്ഥികൾ അവിടെ ഉണ്ട് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത്.
പിന്നെ ഒരുപാട് പേര് യൂണിവേഴ്സിറ്റിയും ഒരു അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഒരു വ്യവസായമാകുമ്പോൾ അതിൽ കബളിപ്പിക്കപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ ഉദാഹരണത്തിന് നെതർലൻഡ്സിൽ ഇന്ത്യൻ അംബാസഡർ ആയിരുന്നപ്പോൾ നെതർലൻഡ്സിൻ്റെ കീഴിൽ അമേരിക്കയ്ക്കടുത്ത് ഉള്ള ചില ദ്വീപുകളുണ്ട്, അറൂബ, കുറസാവോ, സെൻറ്റ് മാർട്ടിൻ. അവിടെയെല്ലാം ഇന്ത്യക്കാർ പോയി മെഡിക്കൽ കോളേജ് സ്ഥാപിച്ച് വിദ്യാർത്ഥികളെ അവിടെ കൊണ്ടുവന്ന് പഠിപ്പിച്ചിരുന്നു. എന്നിട്ട് അവർക്ക് അമേരിക്കയുടെ തൊട്ടടുത്തിരിക്കുന്നുണ്ട്, അവരെ അമേരിക്കയിലെ മെഡിക്കൽ എക്സാം പഠിപ്പിക്കുകയും അത് പാസ്സാക്കി അവിടെ പോകാൻ എളുപ്പമാണ് എന്നുള്ള ഒരു ധാരണയിലാണ് ഈ വിദ്യാർത്ഥികൾ അവിടെ കൊണ്ടുപോകുന്നത്. എന്നാൽ അവിടെ ചെന്നിട്ട് വിദ്യാർത്ഥികളിൽ നിന്നും നൂറുകണക്കിന് പരാതികൾ വരുന്നു, അധ്യാപകരിൽ നിന്നും പരാതികൾ വരുന്നു. അവർക്ക് ശമ്പളം കിട്ടുന്നില്ല, അവർക്ക് താമസിക്കാൻ സൗകര്യമില്ല, ക്ലാസ് റൂംസ് ഇല്ല എന്നുള്ളതെല്ലാം. അപ്പോൾ അവിടെയും നമുക്ക് ഒരു എംബസി എന്ന നിലയ്ക്ക് ചെയ്യാവുന്നത് അവിടെ വിസിറ്റ് ചെയ്യുക, അല്ലെങ്കിലും നമ്മുടെ ഒരു ഓഫീസറിനെ വിട്ട് എൻക്വയറി ചെയ്യുക, അതിനെക്കുറിച്ച് ലോക്കൽ ഗവൺമെൻറ്റിനോട് കംപ്ലയിൻറ്റ് ചെയ്യുക. അവർക്ക് ഇന്ത്യയിൽ നിന്നും എന്തെങ്കിലും റെക്കഗ്നേഷൻ ഉണ്ടെങ്കിൽ ആ റെക്കഗ്നേഷൻ റദ്ദാക്കണമെന്ന് ഇന്ത്യൻ അധികാരികളോട് ശുപാർശ ചെയ്യുക എന്നെല്ലാം ഉള്ളതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെ പോലും ഫ്രോഡ്, തട്ടിപ്പ്, ചീറ്റിംഗ് ഇത് നമുക്ക് പൂർണ്ണമായും അവസാനിപ്പിക്കാൻ സാധിക്കില്ല. പക്ഷേ എവിടെയെല്ലാം നമ്മൾ തെറ്റ് കാണുന്നു അതിനെതിരെ പരമാവധി ശക്തമായ നടപടികൾ എടുക്കുകയും ഈ പുറത്തേക്ക് പോകുന്ന പ്രവണത ഏത് രീതിയിൽ തടയാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് അന്വേഷിച്ച് നമ്മുടെ രാജ്യത്തിനുള്ളിൽ തന്നെ വേണ്ട നടപടികൾ എടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ത്യയിലെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകാരോട് ചോദിച്ചാൽ അവർ പറയും, മെഡിക്കൽ കൗൺസിൽ കൂടുതൽ സീറ്റ് അനുവദിക്കാൻ തയ്യാറാണെങ്കിൽ, കൂടുതൽ അവരുടെ റെഗുലേഷൻസ് ലിബറലൈസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഇത്രയും വിദ്യാർത്ഥികളുടെ ഒഴുക്കുണ്ടാകില്ല. പിന്നെ ഈ പ്രൈവറ്റ് കോളേജസിലെല്ലാം ക്യാപിറ്റേഷൻ ഫീ ഉണ്ട്. പണം മേടിച്ച് പലപ്പോഴും വിദേശ രാജ്യത്ത് പോയി ഒരു ഡിഗ്രി കിട്ടുന്നത് നമ്മുടെ രാജ്യത്ത് ക്യാപിറ്റേഷൻ ഫീ കൊടുത്ത് പഠിക്കുന്നതിനേക്കാൾ ചീപ്പാണ് എന്ന് വിചാരിച്ചാണ് ആൾക്കാർ പോകുന്നത്. അപ്പോൾ ആ ക്യാപിറ്റേഷൻ ഫീ തടയാനായിട്ട് നമുക്ക് നടപടികൾ ഉണ്ടാവണം. പിന്നെ മെഡിക്കൽ കോളേജസ്, ഗവൺമെൻറ് മെഡിക്കൽ കോളേജസ് എക്സ്പാൻഡ് ചെയ്യാനായിട്ടുള്ള നടപടികൾ ഉണ്ടാവണം. അങ്ങനെ ഒരു ഇതെല്ലാം ഒരു കോംപ്രിഹെൻസീവ് സൊല്യൂഷൻസ് മാത്രമേ നമുക്കൊരു ഒരു റിസൾട്ട് കണ്ടെത്തിക്കുകയുള്ളൂ. അപ്പോൾ താങ്കൾക്ക് ഈ നെതർലാൻഡ്സിൽ പ്രവർത്തിച്ചുള്ള പരിചയമുണ്ട്. അവിടെ ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല, അതുപോലെ തന്നെ ടൂറിസം, ഈ മേഖലകളിലൊക്കെ ലോകത്ത് മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് നെതർലാൻഡ്സ്. അപ്പോൾ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ കേരളമാണ് ഈ മേഖലകളിലൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനം. അപ്പോൾ ഈ രണ്ട് പ്രദേശങ്ങളെ, അതായത് നെതർലാൻഡ്സിനെയും കേരളത്തെയും തമ്മിലൊന്ന് താരതമ്യം ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കാം? യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ മേഖലകൾ എല്ലാത്തിനേക്കാളും കൂടുതൽ പ്രാധാന്യം നെതർലൻഡ്സിന് വാട്ടർ മാനേജ്മെൻറ്റിൻ്റെ രംഗത്താണ്. നൂറ്റാണ്ടുകളായി ഫ്ലഡ്സിനെതിരെ മത്സരിച്ച് ജീവിക്കുന്ന വ്യക്തികളാണ് ഡച്ചുകാർ സ്വയം വിശേഷിപ്പിക്കുന്നത് ഗോഡ് ക്രിയേറ്റഡ് ദ വേൾഡ് ബട്ട് ദ ഡച്ച് ക്രിയേറ്റഡ് നെതർലൻഡ്സ് എന്നാണ്. 3 നദികൾ കടലിലേക്ക് അവസാനിക്കുന്ന ഒരു ഡെൽറ്റയാണ് നെതർലൻഡ്സ്. അതിൻ്റെ 1/3 രാജ്യം വെള്ളത്തിൻ്റെ ലെവലിൻ്റെ കീഴിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ ഫ്ലഡ്സിനെ എങ്ങനെ നേരിടണം, ഫ്ലഡ്സിനെ നേരിടാൻ എന്തൊക്കെ പ്രതിവിധികളുണ്ട്, ലോകത്ത് എവിടെ ഫ്ലഡ്സ് ഉണ്ടായിരുന്നാലും ആദ്യം ചെന്ന് അവരെ സഹായിക്കുക എന്നുള്ളതെല്ലാം ഡച്ച് ഗവൺമെൻറ്റിൻ്റെ പോളിസീസിൻ്റെ ഭാഗമാണ്. ഞാൻ ആ നെതർലൻഡ്സിലുണ്ടായിരുന്ന കാലഘട്ടത്തിൽ എനിക്ക് ഏറ്റവും അഭിമാനമുള്ളത് 2018 മഹാപ്രളയം ഉണ്ടായപ്പോൾ ഉടനെ തന്നെ ഇടപെട്ട് കേരള ഗവൺമെൻറ്റും ഇന്ത്യ ഗവൺമെൻറ്റുമായി ചർച്ച ചെയ്ത്, ഡച്ച് ഗവൺമെൻറ്റുമായി ചർച്ച ചെയ്ത്, ഡച്ച് ഗവൺമെൻറ് എക്സ്പേർട്സിനെ കേരളത്തിൽ കൊണ്ടെത്തിക്കാൻ സാധിച്ചു. അതിനുശേഷം അവർ തുടർച്ചയായി കേരളത്തിലെ വാട്ടർ റിസോഴ്സസ് ഡിപ്പാർട്ട്മെൻറ്റുമായും പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് വേണ്ട ട്രെയിനിങ്ങും ഒരു ദീർഘവീക്ഷണത്തോടുകൂടി എങ്ങനെ നമ്മൾ പ്ലാനിങ് നടത്തണം എന്ന കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. ഇന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ലെവലിൽ വാട്ടർ കോഓപ്പറേഷൻ ഇന്ത്യയുടെയും നെതർലൻഡ്സിൻ്റെയും ഏറ്റവും വലിയൊരു പ്രയോറിറ്റിയായി കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിനുള്ളിൽ ചില സ്ട്രാറ്റജിക് പില്ലേഴ്സ് ഉണ്ട്. ആ സ്ട്രാറ്റജിക് പില്ലേഴ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കേരളവുമായുള്ള കോഓപ്പറേഷനാണ്. അപ്പോൾ കോഓപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇന്നത്തെ കാലഘട്ടത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആരും വലിയ പണം കൊണ്ടുവന്ന് നമുക്ക് സഹായമായി നൽകുന്നില്ല. ഇന്ത്യയുടെ സാമ്പത്തിക വികസനം എടുത്തു വെച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് തന്നെ നമുക്കിനി ഡെവലപ്മെൻറ്റ് എയ്ഡ് വേണ്ട എന്നുള്ളൊരു തീരുമാനമെടുത്തിരിക്കുകയാണ്. നമ്മൾ ജപ്പാനും ചില ചുരുങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് മാത്രമേ ഇപ്പോൾ ഡെവലപ്മെൻറ്റ് എയ്ഡ് എടുക്കുന്നുള്ളൂ.
അപ്പോൾ ഇവരിൽ നിന്നും നമുക്ക് കിട്ടുന്ന ടെക്നിക്കൽ നോളജും എക്സ്പെർട്ടീസുമാണ്. അത് അവർ സന്തോഷത്തോടു കൂടി നമുക്ക് നൽകാൻ തയ്യാറാണ്. പക്ഷെ അവർ നൽകുന്ന ഉപദേശവും അവർ നൽകുന്ന എക്സ്പെർട്ടീസും പ്രാവർത്തികമാക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പലപ്പോഴും നമുക്ക് അറിവില്ല എന്നുള്ളതല്ല പ്രശ്നം, എങ്ങനെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ്സിനെല്ലാം ഏകോപിപ്പിച്ച് വേണ്ട സൊല്യൂഷൻസ് നമുക്ക് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ സാധിക്കും എന്നതാണ് വെല്ലുവിളി. അപ്പോൾ വാട്ടർ മാനേജ്മെൻറ്റ് പോലെ മറ്റൊരു രംഗം അഗ്രികൾച്ചറാണ്. കൃഷി. നെതർലൻഡ്സ് വളരെ ചെറിയ രാജ്യമാണ്, എന്നാൽ ലോകത്ത് അമേരിക്ക കഴിഞ്ഞാൽ രണ്ടാമത്തെ പ്രധാനപ്പെട്ട അഗ്രികൾച്ചറൽ എക്സ്പോർട്ടറാണ്. ഇത് അവർ സാധിച്ചിരിക്കുന്നത് വളരെ ചുരുങ്ങിയ ലാൻഡ് മാസിനുള്ളിൽ വളരെ ബുദ്ധിമുട്ടേറിയ വെതർ സർക്കംസ്റ്റാൻസിൽ. നമുക്ക് വർഷം തോറും വെയിലുണ്ട്, ലൈറ്റുണ്ട്, ട്രോപ്പിക്കൽ ക്ലൈമറ്റാണ്, നമ്മുടെ ലാൻഡ് വളരെ ഫെർട്ടൈലാണ്, മഴയുണ്ട്, എന്ത് വിത്തിട്ടാലും വളരുന്ന ഒരു സംസ്ഥാനമാണ് കേരളത്തിൻ്റെ. ഇന്ത്യക്കും വലിയ ഒരു ലാൻഡ് മാസ് ഉള്ള ഒരു രാജ്യമാണ്. എന്നാൽ ചെറിയൊരു രാജ്യമായ നെതർലൻഡ്സ് ഏറ്റവും ആധുനിക ടെക്നോളജി ഉപയോഗിച്ച് ഗ്രീൻ ഹൗസസ് നിർമ്മിച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സും പകലും രാത്രിയും ഒരുപോലെ പ്രൊഡ്യൂസ് ചെയ്യത്തക്ക വിധത്തിൽ അവർ സിസ്റ്റംസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം പഠിച്ച് നമുക്ക് നമ്മുടെ ഹോർട്ടിക്കൾച്ചറിന് സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് ഒരുപാട് അവസരങ്ങളുണ്ട്. ഡച്ചുകാരുടെ സഹായത്തോടു കൂടി ഒരു ഇന്ത്യ ഡച്ച് സെൻറ്റർ ഓഫ് എക്സലൻസ് ഇൻ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് വയനാട് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിനുള്ളിൽ തുടങ്ങാൻ സാധിച്ചു. അതും സക്സസ്ഫുള്ളായി പ്രവർത്തിച്ച് അതിൽ നിന്നും കേരളത്തിലെ കർഷകർക്ക് നേട്ടമുണ്ടാകണം എന്നതാണ് എൻ്റെ ആഗ്രഹവും. ആ വിശ്വാസത്തോടു കൂടിയാണ് ആ സെൻറ്റർ തുടങ്ങാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയത്. ഇപ്പോൾ ഈ ഡച്ച് സഹകരണത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, ഇത് ഈ റിവർ മാനേജ്മെൻറ്റ്, ഫ്ലഡ് മാനേജ്മെൻറ്റിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സർക്കാർ ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ ആദ്യം ഈ വികസന പ്രവർത്തനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ പദ്ധതി വരുമ്പോൾ ആദ്യം ഉണ്ടാകുന്ന വിവാദമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോജക്റ്റുകൾ, പദ്ധതികൾ, വികസന പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പദ്ധതികൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഈ വിവാദങ്ങളെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? എന്തുകൊണ്ടാണ് ഈ വിവാദങ്ങൾ ഉണ്ടാകുന്നത്? എൻ്റെ അഭിപ്രായത്തിൽ, എൻ്റെ ജീവിതാനുഭവത്തിൽ ഒരു വശത്ത് വിമർശനം ഉണ്ടാകുന്നത് നല്ലതാണ്. വിമർശനം ഉണ്ടെങ്കിൽ അധികാരികൾ കൂടുതൽ ശ്രദ്ധയോടുകൂടി പ്രവർത്തിക്കും. അവർക്ക് എന്തെങ്കിലും തെറ്റുകൾ പറ്റുന്നുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനും അത് ചോദ്യം ചെയ്യാനുമായി ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ഒരു പരിധിവരെ വളരെ അക്ഷമരായി എന്തുകൊണ്ട് കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അവരുടെ മേലിലും ഒരു പ്രഷറുണ്ട് റിസൾട്ട്സ് ഡെലിവർ ചെയ്യാനായിട്ട്. എന്നാൽ മറുവശത്ത് പലപ്പോഴും നമ്മുടെ വിവാദങ്ങൾ വേണ്ടത്ര പഠനമില്ലാതെ, വേണ്ടത്ര ആലോചനയില്ലാതെ ഉള്ള വിമർശനം മാത്രമായി മാറുന്നു. സോ അത് നെഗറ്റീവാണ്. അത് ഓഫീസേഴ്സിനെ ഡിമോറലൈസ് ചെയ്യുന്നു. പല പ്രവർത്തനങ്ങളും തുടക്കത്തിൽ തന്നെ ഈ വലിയൊരു വിമർശനം നേടുമ്പോൾ പിന്നെ എന്നാൽ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് കളഞ്ഞ് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. വാട്ടർ മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ എനിക്കറിയാം, ഇങ്ങനെ റൂം ഫോർ ദ റിവർ എന്ന പദ്ധതി റിവർ ഇൻ ദ റൂമായി മാറി എന്ന് എല്ലാം പരിഹസിച്ചിട്ട് ഒരുപാട് മീംസും വീഡിയോസും ഒക്കെ വന്നത് ഞാനും കണ്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് ലോക സാഹചര്യങ്ങൾ എടുത്തു നോക്കിയാൽ എക്സ്ട്രീം ക്ലൈമാറ്റിക് ഈവൻറ്റ്സ് ലോകമെമ്പാടും സംഭവിക്കുകയാണ്. ഇത് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഒരു കോൺസിക്വൻസാണ്. ഈ ഏറ്റവും ഞാൻ പറഞ്ഞ നെതർലൻഡ്സിൽ പോലും ഇന്നും ഫ്ലഡ്സ് ഉണ്ടാകുന്നുണ്ട്. ഫ്ലഡ്സ് ഇല്ലാതാക്കാൻ അവർക്ക് സാധിക്കില്ല. യൂറോപ്പിലെ ഏറ്റവും ശക്തമായ, ഏറ്റവും അഡ്വാൻസ്ഡായ ജർമ്മനിയിൽ ആൾക്കാർ ഫ്ലഡ്സ് കാരണം മരിക്കുന്നു, ഒരുപാട് പ്രോപ്പർട്ടി നഷ്ടപ്പെടുന്നു. മറ്റ് യൂറോപ്യൻസ് തന്നെ നമുക്ക് ഡച്ചിൽ നിന്നും പഠിക്കണം. എന്താണ് ഡച്ചിൽ നിന്നും പഠിക്കുക എന്നുള്ളത്? ഫ്ലഡ്സ് ഇല്ലാതാക്കലല്ല, ഫ്ലഡ്സ് ഉണ്ടായാൽ അതിൻ്റെ ആ ഡാമേജ് എങ്ങനെ മിനിമൈസ് ചെയ്യാൻ സാധിക്കും? ഒരു ലൈഫ് പോലും നഷ്ടപ്പെടാതെ നമുക്ക് ആ ഫ്ലഡ്സിനെ മാനേജ് ചെയ്യാൻ സാധിക്കുമോ? പ്രോപ്പർട്ടിയുടെ ഡാമേജ് ഏറ്റവും കുറവ് നമുക്ക് എങ്ങനെ എൻഷുർ ചെയ്യാൻ പറ്റും? ഈ ഫ്ലഡ്സ് ഉണ്ടായാൽ വെള്ളത്തിന് ഒഴുകിപ്പോകാനായിട്ട് വേറെ എന്തെല്ലാം മാർഗങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും? അതാണ് റൂം ഫോർ ദ റിവർ. റൂം ഫോർ ദ റിവർ എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ ഡച്ചും നമ്മളെപ്പോലെ മതിൽ കെട്ടി വെള്ളത്തെ തടഞ്ഞു നിർത്താൻ സാധിക്കും എന്ന് വിശ്വസിച്ചിരുന്നവരാണ്. നമ്മുടെ കടൽ തീരത്തെല്ലാം നമ്മൾ ഈ കലുങ്കുകളും കല്ല് വെച്ചുള്ള മതിലുകൾ കെട്ടുന്നത് എൻ്റെ ചെറുപ്പകാലം തൊട്ടേ ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്നും ഇപ്പം എൻ്റെ ഈ കാലരികത്തുള്ള വീട്ടിൽ പോലും ചില അവസരങ്ങളിൽ വെള്ളം ഗേറ്റ് കടന്ന് കോമ്പൗണ്ടിലേക്ക് കയറുന്നുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ച് നമുക്കൊരു സമഗ്ര അന്വേഷണം വേണം. ഞാൻ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ സെക്രട്ടറിയെ വിളിച്ച് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു. അദ്ദേഹം നെതർലൻഡ്സിൽ പോയി പഠിച്ച് ട്രെയിനിങ് നേടിയ ഒരു വ്യക്തിയാണ്. അപ്പോൾ പുള്ളി ഉടനെ പറയുന്നു റൂം ഫോർ ദ റിവർ.
പല സ്ഥലങ്ങളിലും ഉള്ള ചാനൽസ് നമ്മൾ ചവറും മണ്ണും എല്ലാം ഇട്ട് അടയ്ക്കുന്നു. അതിൻ്റെ മുകളിൽ കൊണ്ടുപോയി റിയൽ എസ്റ്റേറ്റ് പ്രോജക്ട്സ് നിർമ്മിക്കുന്നു. പല സ്ഥലത്തും വേണ്ടത്ര സിൽറ്റിങ് ചെയ്യേണ്ട സ്ഥലങ്ങൾ നമ്മൾ സിൽറ്റ് ചെയ്യുന്നില്ല, വെള്ളത്തിന് ഒഴുകി പോകാനായിട്ട് സ്ഥലമില്ല. പിന്നെ ഒരു സ്ഥലത്ത് നമ്മൾ തുറക്കുമ്പോൾ മറു സ്ഥലത്ത് അടയ്ക്കുന്നു. അപ്പോൾ ഒരു കോംപ്രിഹെൻസീവായിട്ടുള്ള പ്ലാൻസ് ഉണ്ടാക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുവാൻ എല്ലാവരുടെയും സഹായം വേണം. ഈ ഡച്ച് മോഡലിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് പറയുന്നത് കോർഡിനേഷനാണ്. അവിടെ എന്ത് പ്രവർത്തനം ഏറ്റെടുത്താലും ആ ഗവൺമെൻറ് എന്തൊരു പ്രോജക്റ്റിന് അനുവാദം നൽകിയാലും ഒരു കെട്ടിടം പണിയാനാണെങ്കിൽ പോലും ആദ്യം അവർ നോക്കുന്നത് വെള്ളമാണ്. വെള്ളം ഒഴുകി പോകാൻ സ്ഥലമുണ്ടോ, വെള്ളത്തിൻ്റെ പാതയിലാണോ നിങ്ങൾ ഈ പ്രോജക്റ്റ് നിർമ്മിക്കുന്നത്, അതിന് എന്താണ് പ്രതിവിധി ഉള്ളത്. ഇപ്പോൾ കൊച്ചിയെക്കുറിച്ച് തന്നെ പഠനങ്ങൾ നടത്തിയിട്ടുള്ള ഡച്ച് എക്സ്പേർട്സ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്യണം, നമുക്ക് വാട്ടർ സിങ്ക്സ്, വെള്ളം ഒഴുകി ചെന്ന് കാത്തിരിക്കാൻ ആയിട്ടുള്ള സ്ഥലങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് വലിയ മഴയും വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ അതിലേക്ക് നമുക്ക് വെള്ളത്തെ ഡൈവേർട്ട് ചെയ്യാൻ സാധിക്കണം. എന്നിട്ട് മഴ തീരുമ്പോൾ അത് തിരിച്ച് പുറത്തേക്ക് പോകാനായിട്ട് അനുവദിക്കുക. റോട്ടർഡാം എന്ന് പറഞ്ഞ പോർട്ട് സിറ്റിയാണ് നെതർലൻഡ്സിലും ലോകത്തിലും തന്നെയുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണം. അവിടെ അവർ ചെയ്യുന്നതെന്ന് പറയുന്നത് ഈ വലിയ അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് വലിയ നഗരങ്ങളുണ്ട്, അതെല്ലാം വാട്ടർ പ്രൂഫാണ്. അപ്പോൾ ഒരു ഫ്ലഡ്സ് ഉണ്ടാകുമ്പോൾ അവർക്ക് കാറൊക്കെ മാറ്റിയിട്ട് അതിലേക്ക് വെള്ളം ഒഴുക്കി വിടാം. അപ്പോൾ അതൊരു സ്റ്റോറേജായി മാറുന്നു. അതുപോലെ ഒരു പബ്ലിക് സിറ്റി സ്ക്വയർ, അതിനെ വാട്ടർ പ്രൂഫാക്കുക. സാധാരണഗതിയിൽ ജനങ്ങൾക്ക് സിറ്റി സ്ക്വയറിൽ പോകാം, കാറ്റ് കൊള്ളാം, വർത്തമാനം പറയാം, മറ്റേ ലെഷറും എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസ് പങ്കെടുക്കാം. എന്നാൽ ഫ്ലഡ്സ് ഉണ്ടായാൽ അതിനൊരു വാട്ടർ ടാങ്കായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾക്ക് അനുയോജ്യമായ നമ്മുടെ ടെറൈനും നമ്മുടെ ജോഗ്രഫിക്കും വേണ്ട വിധത്തിൽ എങ്ങനെ വെള്ളത്തെ നമുക്ക് മാറ്റിവിടാൻ സാധിക്കും എന്നുള്ള ഒരു വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള തത്വമാണ്. വൺസ് അഗെയിൻ നൂറ്റാണ്ടുകളായി മതിൽ നിർമ്മിച്ച് വെള്ളം ഉയരുന്നേ ഉള്ളൂ. അപ്പോൾ അതല്ല സൊല്യൂഷൻ. നമുക്ക് വി നീഡ് ടു ലേൺ ടു ലിവ് വിത്ത് വാട്ടർ, മേക്ക് റൂം ഫോർ ദ റിവർ, ആൻഡ് മൂന്നാമതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം, ബിൽഡ് വിത്ത് നേച്ചർ. മതിൽ കെട്ടുന്നതിന് പകരം നേച്ചറിലുള്ള സൊല്യൂഷൻസ് എന്താണ്? അതിന് ഏറ്റവും പ്രധാനം കണ്ടൽക്കാടാണ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, പ്രകൃതി സംരക്ഷണവാദികൾ കണ്ടൽക്കാടുകൾ വെട്ടുന്നതിനെതിരാണ്. പക്ഷെ അതൊരു ഒരു എസ്തെറ്റിക്സിന് വേണ്ടിയോ ഒരു പച്ചപ്പിന് വേണ്ടിയോ മാത്രമല്ല. കണ്ടൽക്കാടുണ്ടെങ്കിൽ ഫ്ലഡ്സിനെതിരെയുള്ള ഏറ്റവും വലിയൊരു പ്രിവെൻഷനാണ്. അപ്പോൾ ശ്രീലങ്ക പോലെ ഒരു രാജ്യത്ത് കണ്ടൽക്കാട് വളരെ വിപുലമായി അവർ നട്ടുപിടിപ്പിക്കാനായി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കും ഈ സെൻസിറ്റീവായിട്ടുള്ള ഫ്രജൈലായിട്ടുള്ള സ്ഥലങ്ങൾ അന്വേഷിച്ച് കണ്ടൽക്കാട് നിർമ്മിക്കാൻ സാധിക്കണം. ഇപ്പോൾ വയനാട്ടിലെ ആ ഒരു ലാൻഡ് സ്ലൈഡ് അത് തന്നെ എടുത്തു നോക്കിയാൽ വയനാട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വെസ്റ്റേൺ ഗാട്ട്സ് മുഴുവൻ വളരെ പ്രകൃതി ലോലമായ ഒരു പ്രദേശമാണ്. അപ്പോൾ അവിടെ ഈ പെട്ടെന്ന് ക്ലൈമറ്റ് ചേഞ്ച് കാരണം അതിശക്തമായ മഴ വന്ന് വീഴുമ്പോൾ ആ മല ഇടിഞ്ഞ് താഴോട്ട് വരിക എന്ന് പറയുന്നത് പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് അതിനെ തടയാൻ സാധിച്ചെന്ന് വരില്ല. എവിടെ മഴ വരും, എപ്പോൾ വരും എന്നുള്ളത് നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും 100% അക്യുറസിയോടുകൂടി ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് ആ ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത സ്ഥലത്ത് ജനങ്ങളെ ജീവിക്കാൻ സമ്മതിക്കരുത്. അവരെ മാറ്റി പാർപ്പിക്കുക അല്ലാതെ വേറൊരു മാർഗം ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരു കോമ്പിനേഷൻ ഓഫ് സ്ട്രോങ് മെഷേഴ്സ് ബൈ ഗവൺമെൻറ്, ഫാർ സൈറ്റഡ് മെഷേഴ്സ്, അഡ്വാൻസ് ആയിട്ട് ചിന്തിച്ച് പ്ലാൻ ചെയ്ത് പ്രവർത്തനങ്ങൾ നടത്തിയാലേ നമുക്ക് ഈ ഫ്ലഡ്സ് പോലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കുള്ളൂ. ഈ പരിഹാസം കൺസ്ട്രക്റ്റീവായിട്ട് നോക്കുകയും അത് ഗവൺമെൻറ്റിന് കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്താൻ പ്രചോദനം നൽകും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ പരിഹസിച്ച് പുച്ഛിച്ച് തള്ളിയിട്ട് കാര്യമില്ല. ലോകത്ത് ഒരു രാജ്യത്തിനും ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അവരെല്ലാവരും ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ കോൺസിക്വൻസസ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെ എങ്ങനെ മാനേജ് ചെയ്യണം, എങ്ങനെ ചെറുക്കണം എന്നതിനെക്കുറിച്ച് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കും അവരിൽ നിന്നും നമ്മൾ പഠിക്കേണ്ടതാണ്. യുണൈറ്റഡ് നേഷൻസ് യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി നിർമ്മിച്ചൊരു സംഘടനയാണ്. മനുഷ്യാവകാശ ലംഘനങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി നിർമ്മിച്ചൊരു സംഘടനയാണ്. വികസനം ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലും എല്ലാ ജനങ്ങളിലും എത്തിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളൊരു സംഘടനയാണ്. ഈ ലക്ഷ്യങ്ങളെല്ലാം മറന്നുകൊണ്ട് ആ യുണൈറ്റഡ് നേഷൻസ് ഇന്ന് നിഷ്ക്രിയമായി നോക്കി നിൽക്കുകയാണ്. ഗാസയിലെ അതിക്രൂരമായ യുദ്ധവും
റഷ്യ യുക്രൈൻ യുദ്ധവും എല്ലാം. അതിന് പ്രതികരിക്കാൻ മാർഗമില്ല. അമേരിക്ക ആണെങ്കിൽ നേരെ മറിച്ച് പാരീസ് കൺവെൻഷനിൽ നിന്നും വിഡ്രോ ചെയ്യുന്നു, WHO നിന്നും വിഡ്രോ ചെയ്യുന്നു, യുനെസ്കോയിൽ നിന്നും വിഡ്രോ ചെയ്യുന്നു.